ഹായ് ഹലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഉപ്പ് പാകത്തിന്. ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഇതൊന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ട പച്ചവെള്ളമാണ് ഉപയോഗിക്കുന്നത് ഞാൻ, ചൂടുവെള്ളമല്ല. മാവ് ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനാവശ്യമായ സവാള, പച്ചമുളക് അരിഞ്ഞു വച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവാളയും പച്ചമുളകും. ഒരു സവാള, ഒരു പച്ചമുളക്. മുട്ടയും എടുത്തിട്ടുണ്ട്. ഒരു ബൗളിനകത്തോട്ട് നമുക്ക് സവാള, പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇടാം. ഇതൊരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിനകത്ത് ചീസ് വേണമെങ്കിൽ ഇടാം. ഇവിടെ ചീസ് ഇല്ലാത്തതുകൊണ്ട് അത് ഇടുന്നില്ല. ഇടുന്നവർക്കിടാം. പിന്നെ ഈ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഇടുന്നത്: മുട്ടയും സവാളയും പച്ചമുളകും. ചപ്പാത്തി മാവെടുത്ത് നമുക്ക് പരത്തിയെടുക്കാം. ഇതേപോലെ എന്നിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഒരെണ്ണം ഇത്, രണ്ടാമത്തത് ഇത്, രണ്ടെണ്ണം പരത്തി വെച്ചു. ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇങ്ങനെ അതിനകത്തോട്ട് ഒഴിച്ച് വെക്കണം. 3 ഇതാക്കിയിട്ടുണ്ട്. അതിന് 3 അതിനകത്തോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വേറൊരു ചപ്പാത്തിയായിട്ട് പരത്തിയത് അതിൻ്റെ മേളിലോട്ട് വെച്ച് ഇങ്ങനെ ചെയ്ത് മണ്ടയിലോട്ട് വെച്ച് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അടപ്പ് തന്നെ വെച്ചിട്ട് ഇങ്ങനെ. നമ്മൾ ഒരുവിധം എല്ലാക്ക് ഇങ്ങനെ റെഡിയാക്കി വെച്ചത് എണ്ണയിലോട്ട് ഒരു പാൻ എടുത്ത് ചൂടാക്കി അതിനകത്ത് പൊള്ളിച്ചെടുക്കാം. ഒരുവിധം ഞാൻ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാനിനകത്തിട്ട് പൊള്ളിച്ചെടുക്കാം നമുക്ക്. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കാം. എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുത്തു. കുറച്ച് എണ്ണ ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. തിരിച്ചൊക്കെ ഇട്ട് ഉണ്ട്. ഒരുവിധമൊക്കെ കണക്കായി. ഞാൻ ഒരു സൈഡും കൂടി റെഡിയായാൽ മതി.
നല്ല ഷേപ്പിലായെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇച്ചിരി ചൂടാവണം. ഷേപ്പ് ഇച്ചിരി വ്യത്യാസം ഒന്നും കുഴപ്പമില്ല. അടിപൊളി ഗോതമ്പും മാവും മുട്ടയും മൈദയും വെച്ചുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. പക്ഷേ ഇച്ചിരി ഷേപ്പ് ഒത്തിരി വ്യത്യാസമുണ്ട്. പിന്നെ എല്ലാവർക്കും അവരവരുടെ രീതിയിൽ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റായ പലഹാരമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനും 4 മണിക്ക് കഴിക്കാനും നല്ലൊരു പലഹാരമാണിത്. എല്ലാവരും വീടുകളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.